Good evening, all. Good evening. Good evening. Good evening, Good evening, Miss. Good evening, Ramya, Danya. Athena, എവിടെയായിരുന്നു ഇത്രയും ദിവസം? മാം എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ടായിരുന്നു കേറാൻ പറ്റാഞ്ഞത്. ആണോ? ഓക്കെ ആയോ ഇപ്പോ? മാറിയോ? ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ റെക്കോർഡഡ് ക്ലാസ് കണ്ടായിരുന്നു. നോട്ടൊക്കെ എടുത്തായിരുന്നോ? നോട്ട്സ് ഒക്കെ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരുന്നേ, മറ്റേ ആ ഏജ് ഗ്രൂപ്പിന്റെ ടേബിൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഗ്രൂപ്പിലൊന്ന് ഇട്ട് തരാൻ പറ്റും? എനിക്ക് അതിനകത്ത് നോക്കി കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഒരു മിനിറ്റ്. റിജോ, മറ്റേ ഗൂഗിൾ ക്ലാസ് റൂമില് ആക്ടിവിറ്റി എന്റെ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാരും ക്ലാസ് റൂമിൽ ഇട്ട് നാളെ ഇട്ട് കൊടുക്കാനാ ചെയ്യാനുണ്ട്. നാളെ കിട്ടും കേട്ടോ. നാളെ ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഇന്നലെ പറഞ്ഞിരുന്നു നാളെ ക്ലാസ് റൂമില് ഏജ് ഗ്രൂപ്പിന്റെ ടേബിൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ. ഞാനത് ഇന്ന് രാവിലെ വന്നപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ്. നാളെ എന്തായാലും പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ഏജ് ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫില്ലാക്കിയില്ലേ? കംപ്ലീറ്റ് കഴിഞ്ഞല്ലോ. 5 years വരെ ഉള്ളത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? 5 yearsന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആരും എന്താ റിപ്ലൈ തരാതെ? കഴിഞ്ഞു. ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ ഓരോരുത്തരെ കൂടെ ഒന്ന് പറയിപ്പിക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? മറന്നുപോയോ? ഇല്ല, മറന്നില്ല. മറന്നില്ല അല്ലേ? അപ്പൊ ഉസൈല സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഉസൈല 0 to 1 പറയേണ്ടത്. അതെ. ഫസ്റ്റ് ഏജ് ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. In the first year, babies learn to focus their vision, reach out to explore and learn about true things that around them. This age brain development means the learning process of Mori language, thinking, and reasoning sounds mama and dada. അത്രേ എഴുതിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ചെയ്തല്ലോ നിങ്ങൾ പറഞ്ഞതനുസരിച്ചല്ലോ, അത് തന്നെ ധാരാളം. എസ്റ്റർ ഏതാ എഴുതിയേക്കുന്നേ? മിസ്, ഞാൻ ഒന്നും എഴുതിയില്ല മിസ്. എന്ത് പറ്റി എഴുതാനേ? ഞാൻ പറഞ്ഞിരുന്നല്ലേ എഴുതണമെന്ന്. മിസ് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് യാത്രയിലായിരുന്നു. ഇപ്പഴാ വന്നേ, അതുകൊണ്ട് ഒന്നും ഞാൻ ചെയ്തില്ല. ഓക്കെ, സാരില്ല. നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കില് ചെയ്തോണ്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ മിസ്, സോറി. സാരില്ല, ഇറ്റ്സ് ഓക്കെ. രമ്യ ഫസ്റ്റത്തെ ബർത്ത് ടു 5 monthsന്റെ അധികം നോക്കിയത്. ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാ പോരാ മാം? മതി. എത്ര വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു. അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നാനാണ് ഞാൻ ഈ പറയിപ്പിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പറയാനായിട്ട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫുള്ള് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരും കേൾക്കും, അവർക്കും അതിനകത്തൊരു എക്സ്പീരിയൻസ് വരും. അപ്പൊ ഓക്കെ, കേട്ടോളൂ. ആ പ്രായത്തിൽ കുട്ടികൾ അധികം കൊഞ്ചുന്നത് പോലെയാണ് വർത്താനം പറയാ. പിന്നെ അവര് കൂടുതലായിട്ട് ഈ എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവരതിനനുസരിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ സൗണ്ടുകൾ അവരുണ്ടാക്കും. അതേപോലെ തന്നെ ചെറിയ വാക്കുകൾ, ഇപ്പോ പാല് കുടിക്കണമെങ്കിലൊക്കെ അതിന്റെ അടയാളമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ തരും. എന്റെ ഇതിലും വെച്ചിട്ട് ഞാൻ പറയാട്ടോ. പിന്നെ അധികം അവര് കളിക്കുന്നതാണെങ്കിലും ഇപ്പൊ കാലിട്ട് അടിച്ചിട്ടാണ് അധികം കളിക്കുക, അല്ലാതെ അവർക്ക് അങ്ങനെ കളിക്കാൻ അറിയില്ലല്ലോ.
പിന്നെ ഇപ്പൊ എന്താ അവർക്ക് അങ്ങനെ എല്ലാരും എടുത്തും പോവുക, ആർക്കും അവരെ എന്താ ഭാഷ അങ്ങോട്ട് പിടിക്കൂല. പക്ഷെ എന്നാലും അവര് അതിനനുസരിച്ച് പറയുമ്പോ അവർക്ക് അതൊരു ക്യാച്ച് ചെയ്യാൻ കഴിയും, അവരെ പ്രായം വെച്ച് നോക്കുമ്പോ. പിന്നെ കൂടുതലായിട്ട് അവര് എന്താണ് കൂടുതലായിട്ട് ആ പ്രായത്തിലുള്ള കുട്ടികളെ എന്റെ ഇതിൽ വെച്ച് നോക്കുമ്പോ കൂടുതലായിട്ട് കുറച്ചു നേരമുള്ളൂ ബാക്കിയുള്ളവരുടെ അടുത്ത് നിൽക്കുക. പിന്നെ അവർക്ക് അവരെ അമ്മേനെ തന്നെ കാണണം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവമൊക്കെ മാറും. അങ്ങനെയും ഉണ്ട് ചില ക്യാരക്ടർ. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരിങ്ങനെ നോക്കിയിട്ട് വായനോട് ഒക്കെ ഒച്ച ഉണ്ടാക്കൂ, അതിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഒക്കെ തരൂ. പിന്നെ വെച്ചാല് പെട്ടെന്ന് ഒരാളെ കാണാച്ചാല് അവർക്ക് ആ ഒരു പരിചയക്കേട് പോലെയാണ്. അങ്ങനെ ആരുടെ അടുത്ത് പെട്ടെന്ന് പോകില്ല അവര്. ശരിയാണ്, കുഞ്ഞുങ്ങൾ അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല ആരുടെ അടുത്തും, അല്ലേ? ശരിയാണ്. പിന്നെ വെച്ചാല് അതിന്റെ കുറെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, പിന്നെ നെറ്റിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സ്മൃതി. മാം ആക്ച്വലി ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ റെക്കോർഡ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായിരുന്നു മിസ് നോട്ടിഫൈ എഴുതാൻ പറഞ്ഞെന്നുള്ള കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ട്രൈ ചെയ്യാം. കേട്ടില്ല അല്ലേ? ഇല്ല ഇന്നലെ കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ. ധന്യ. ധന്യ പറഞ്ഞോളൂ. എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ? പറഞ്ഞിട്ടുണ്ട്. മാം ഞാൻ എന്നോട് റോൾ പ്ലേ ചെയ്യാൻ വേണ്ടി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അതാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്. ഇത് ഞാൻ ടീച്ചർ മിസ് പറഞ്ഞ നോട്ട്സ് എന്റെ കയ്യിലുണ്ട്, വേറെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റിയില്ല. ആ റോൾ പ്ലേ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റോൾ പ്ലേ ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, എന്നാ റോൾ പ്ലേ ചെയ്തിട്ടോ. മിസ് എന്നോട് പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ നമുക്കെന്നാ പ്രെയർ ഒന്ന് തുടങ്ങാം അല്ലെ? മിഡിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ബുദ്ധിമുട്ടില്ലല്ലോ? ഇടയ്ക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റുമല്ലോ നമുക്ക്. ജസ്റ്റ് ഒരു പ്രെയർ പറഞ്ഞോളൂ കേട്ടോ, അത് കഴിഞ്ഞിട്ട് ധന്യ റോൾ പ്ലേ ചെയ്തോളൂ. Okay, Miss. Lord bless each and every student here as well as our teacher as we embark on another day of learning. Please give us clear minds and open hearts so we can grasp the knowledge and lessons set before us. Help us to be attentive and let your wisdom guide us in our studies. Amen. Okay. ധന്യ. ഇത് ചെറിയൊരു എന്താ പറയാ, ഒരു ക്ലാസ് റൂമിലെ ടീച്ചർ തമ്മിലുള്ളതാണ്. അതൊരു കോൺവെർസേഷൻ മോഡലാണ്, എന്നാലും കുഴപ്പമില്ല മാം. ഇല്ല കുഴപ്പമില്ല. ഫസ്റ്റ് ടീച്ചറെ ക്ലാസ്സിൽ വരുന്നതാണ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു മാം. Keep quiet everyone. I am going to take your attendance now. Roll number 1. Yes ma'am. 2. Yes ma'am. 3. Yes ma'am. 4. Why is she absent today? She has gone to her uncle's home. Oh, okay students. Let me check your homework first. Sorry ma'am, I couldn't complete my homework because I was sick. It's all right, and all the other students submit your homework now. Now let's start our class. Everyone take out your science book. Okay ma'am. Why are you all shouting? Don't talk to each other. And now everyone solve these questions in your notebook. I have completed ma'am. All right, let me check. Very good, Advija, but there are some spelling mistakes. Try to focus on your spellings as well. Okay, ma'am, I will try. Okay, class, the bell has already rung. Keep quiet. Do not make any noise. Wait for the next teacher. Okay? Okay, thank you, ma'am. Thank you, everyone. Ma'am, ഇത്രേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ വെൽ ഡൺ, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്യണം കേട്ടോ എല്ലാവരും.
നിങ്ങളുടേതായിട്ട് കഴിയുന്നത്ര രീതിയിൽ ചെയ്താൽ മതി. പറ്റും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇത് ചെറുതായിട്ടൊന്ന് എഴുതാം മാം. ടീച്ചറും കുട്ടിയായിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇനി എഴുതുമ്പോൾ കുറച്ച് കൂടുതൽ എഴുതാം. സാറിന് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അലീന പനി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഏജ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളും മറ്റും ഇട്ടേക്കാം കേട്ടോ. അത് നോക്കിയിട്ട് വായിക്കാം. റെക്കോർഡഡ് ക്ലാസ് കണ്ടോ? ഇപ്പോ കണ്ടു മിസ്, കണ്ടായിരുന്നു ഞാൻ. കണ്ടായിരുന്നു അല്ലേ? ഓക്കെ, മനസ്സിലായോ? എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ടായിരുന്നു അത് എടുത്തിട്ടത്. എന്നാലും ഹാഫ് ആയിട്ടാ കണ്ടതേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് നോട്ട്സ്. കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നോക്കാം അല്ലേ? ഓക്കെ, ഞാൻ നാളെ തന്നെ ഇട്ടേക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ആ മെറ്റീരിയൽ വന്നതിനകത്ത് ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ അതിനകത്ത് അതില്ല അല്ലേ? അതിനകത്തില്ല. ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇതുവരെ. നാളെ എന്തായാലും കൊടുക്കണം. ഇവിടെ നിങ്ങൾ പറയുമ്പോഴാണ്, അതായത് ആ സമയത്ത് മാത്രമേ ഞാൻ ഓർമ്മയുണ്ടാവുള്ളൂ. എനിക്ക് പിറ്റേ ദിവസം വരുമ്പോൾ മറന്നു പോകും. അതുകൊണ്ടാ പ്രശ്നം കേട്ടോ. നാളെ എന്തായാലും ഞാൻ നാളെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എനിക്കൊന്ന് മെസ്സേജ് ഒരു ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഒന്ന് മിസ് ഒന്ന് ഇട്ടേക്കണേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. എന്റെ നമ്പർ അറിയാമോ? മിസ് ചോദിക്കാനായിരുന്നു, ഈ ഗ്രൂപ്പ് തുടങ്ങുന്നെന്ന് പറഞ്ഞല്ലോ, എസ്തറിന്റെ നമ്പർ അതിനകത്ത് 3638 കണ്ടില്ലല്ലോ ഗ്രൂപ്പില്. നമ്പർ കണ്ടില്ലല്ലോ ഗ്രൂപ്പില്. ബാക്കി ആർക്കും കിട്ടിയില്ലേ? 5 പേരെ ഞാൻ ആഡ് ചെയ്തു മിസ് ഇന്നേ. 5 പേരെ ആഡ് ചെയ്തു. ലാസ്റ്റിലേക്കാണ് എസ്റ്ററിന്റെ നമ്പർ ഉള്ളത്. നമ്പർ ഒന്ന് പറയാമെങ്കിൽ ഞങ്ങൾ അല്ലാതെ പേഴ്സണലി മെസ്സേജ് ചെയ്യായിരുന്നു. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ലാസ്റ്റ് നമ്പർ പറഞ്ഞത്. മനസ്സിലായോ? അല്ല ഇപ്പൊ അതുകൊണ്ടാ പറയാത്തെ അല്ലേ? എന്താ പറയാത്തെ? ഗ്രൂപ്പില് ഓൾറെഡി നമ്പർ ഉണ്ട്. 3638 ലാസ്റ്റ് നമ്പർ വരുന്ന ആ നമ്പർ. ഒന്ന് നോക്ക്, ഒന്നും കൂടി നോക്ക്. 3638 അല്ലേ? അതെ അതെ അതെ. ആ നമ്പറുള്ള ഫോൺ നമ്പർ ഒന്ന് നോക്കുക. അലീനൊന്ന് നോക്കി, ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് നോക്ക് കേട്ടോ. കിട്ടും അതിനകത്ത്. മറ്റുള്ളവരൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇതുവരെ എന്താ കിട്ടിയില്ല. ഏതോ ഗ്രൂപ്പിനെ മാറ്റാന്ന്. നമ്മളുള്ള ഗ്രൂപ്പിൽ നോക്കിയപ്പോ അവിടെ ഇല്ല, എസ്തറിന്റെ നമ്പർ ഒന്നും ഇല്ല. ഇല്ല ഇല്ല. അലീനയുടെ നമ്പർ ഇല്ലെന്നാണോ പറയണേ? എസ്തറിന്റെ നമ്പർ ലാസ്റ്റ് 3638 പറഞ്ഞില്ലേ, ആ ഒരു നമ്പർ ഗ്രൂപ്പ് കാണുന്നില്ല. അപ്പൊ ഗ്രൂപ്പ് മാറ്റാമോ എന്നുള്ളത് കാണുന്നില്ലെന്നല്ലേ? മാം, ഞാൻ ഗ്രൂപ്പിൽ നിന്നാണ് മെസ്സേജ് അയച്ചത് എസ്റ്ററിന്. ഗ്രൂപ്പിൽ നമ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചത്. ആണല്ലേ? രമ്യൊക്കെ ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നെന്ന് പറയുന്നു. മിസ്, ഞാനൊരു ക്ലൂവും കൂടെ കൊടുക്കാം. ഓക്കെ. എന്തെങ്കിലും പിക്ചർ ഇത് തന്നെയാണോ? പിക്ചർ DP വരുന്ന എന്താ? അല്ല, ഇതല്ല. ഒരു ഐസ്ക്രീമിന്റെ സ്റ്റിക്കിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ്. ഐസ്ക്രീമിന്റെ എസ്റ്റർ പിടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ ആണോ? അല്ലെങ്കിൽ എസ്റ്ററിന്റെ പിക്ചർ തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? എന്റെ പിക്ചറാ അത്. ഞാനൊരു ഐസ്ക്രീമിന്റെ സ്റ്റിക്കിൽ പിടിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോയാ ഇട്ടേക്കുന്നത്. ഐസ്ക്രീമിന്റെ സ്റ്റിക്കിൽ പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇട്ടേക്കുന്നത് DP ആയിട്ട്. ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. മാമിന്റെ നമ്പർ ഉണ്ടോ ഗ്രൂപ്പിലുണ്ടോ? എന്താ? മാമിന്റെ നമ്പർ ഗ്രൂപ്പിലുണ്ടോ? ഇല്ല എന്റെ നമ്പർ ഇല്ല. 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 അപ്പൊ മാമിന്റെ നമ്പർ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? അത് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം, കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ പറയുന്നില്ല, അവരോട് പറയാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരും. റിപ്ലൈ ചെയ്യാതൊന്നും ഇരിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ ഈ ടേബിളും അതുപോലെ തന്നെ നമ്പർ എങ്ങനെ നിങ്ങൾക്ക് തരാമെന്ന് അവരോട് ചോദിച്ചിട്ട് നാളെ എന്തായാലും അതിന് നമുക്ക് പരിഹാരം കാണാം. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നേരെ സ്ലൈഡിലേക്ക് വരികയാണ് കേട്ടോ.
നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഒന്ന് വായിച്ചിട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇത് പറയാനായിട്ട് നോക്കണം. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. റെഡിയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ കേട്ടോ. യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, ഈ ഒരു സ്ലൈഡ് നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. ഇവിടം വരെ മതി കേട്ടോ. 14,000 വേർഡ്സ് എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, അവിടം വരെ വായിച്ചാൽ മതി. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല ഇടിയും മഴയാ മിസ്സേ, അവിടെ ഉണ്ടോ? എന്താ? ഇവിടെ നല്ല ഇടിയും മഴയാ മിസ്സേ, അവിടെ ഉണ്ടോ മഴ? മഴയാണോ? ആ, നല്ല ഇടിയും മഴയുണ്ട്. ബുദ്ധിമുട്ടാകെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും, എക്സിറ്റ് ആവും കേട്ടോ. സാറില്ല കുഴപ്പമില്ല. ഇവിടെ മഴ ഒന്നും പെയ്യുന്നില്ല ഇപ്പൊ. ഇനി എപ്പോഴാണെന്ന് അറിയില്ല പെയ്യുന്നത്. ഇടിയും ഉണ്ട്, ഇടിയും മഴയും. ഇടി മഴ ഉണ്ടല്ലേ? ചില സ്ഥലത്ത് പെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇതുവരെ പെയ്തിട്ടില്ല ഇന്ന്. ഓക്കെ, ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്തോ, കുഴപ്പമില്ല. ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. പിന്നെ മിസ് വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ, എന്താ മനസ്സിലായത്? എസ്റ്റർ ആണോ വായിച്ചത്? അതെ. എന്ത് മനസ്സിലായി എസ്റ്റർ ഇത്രയും കാര്യങ്ങൾ വായിച്ചതിൽ നിന്ന്? പറയാനില്ലേ? എന്താ മനസ്സിലായത് എസ്റ്ററെ? അതായത് ലാംഗ്വേജ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണല്ലോ. അപ്പം പിള്ളേര് ഫസ്റ്റ് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കരച്ചിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്ന അവരുടെ മീനിങ് ഫുൾ വേർഡ് എന്ന് പറയുന്നത് മാ പാ എന്ന ഫസ്റ്റ് ഇതിലാണ് തുടങ്ങുന്നത്. പിന്നെ സിംഗിൾ വേർഡ് സെന്റൻസ് പറയുമ്പോൾ അവര് പറയുന്നത് ബോൾ, പിന്നെന്താ ഐ വാണ്ട് ദ ബോൾ. അത്രയും മനസ്സിലായുള്ളൂ. അത്രയും മനസ്സിലായുള്ളൂ. ഓക്കെ, സ്മൃതി. ആദ്യം കുഞ്ഞുങ്ങള് കരച്ചിലൂടെയാണ്, അത് പാല് വേണമെങ്കിൽ അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അവരെ കരച്ചിലൂടെയാണ്. പിന്നെ ചെറിയ ശബ്ദങ്ങള് മനസ്സിലാകാത്ത രീതിയിൽ ചെറിയ ശബ്ദങ്ങള് പുറപ്പെടുവിച്ചു തുടങ്ങുന്നു. പിന്നെ ഓരോരോ വാക്കുകളായിട്ട് അങ്ങനെ ഓരോ വാക്കുകളായിട്ട് പിന്നീടാണ് അവരൊരു സെന്റൻസിലേക്ക് പോണത്. ഇനി സാധനം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, എക്സാം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോണത്. ഒരു 3-6 വയസ്സാകുമ്പോഴേക്കും അവർ കൂടുതൽ സംസാരിച്ചു തുടങ്ങുന്നു നല്ലതുപോലെ. അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഒന്നും കൂടി നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓക്കെ, ധന്യ. എന്താ റീഡ് ചെയ്തിട്ട് എന്താ മനസ്സിലായേ? ധന്യയില്ലേ? സ്ഥലത്തില്ലേ?
അലീന ആ മാം. ആ പറഞ്ഞോളൂ മോളെ, എന്താ മനസ്സിലായേ വായിച്ചപ്പോ? നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മനുഷ്യന് കിട്ടിയ ഏറ്റവും ഒരു പ്രത്യേകമായ ഒരു കഴിവ് തന്നെയാണ്. അത് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ലാംഗ്വേജ് തന്നെ പല രീതിയിലും അതിൽ തന്നെ പല പല ഗ്രാമർ ആയാലും മറ്റെന്താണേലും പല രീതിയിൽ തന്നെ നമുക്ക് ലാംഗ്വേജിനെ ഏത് ഭാഷയിലായാലും വേർതിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഒരു കുഞ്ഞിൽ നിന്നാണ് നമുക്ക് ആദ്യമേ ലാംഗ്വേജ് ഡെവലപ്പായി വരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം അത് കരച്ചിലൂടെ അതിൻ്റെ ആവശ്യങ്ങൾ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഓരോരോ വളർച്ച, ഓരോ മാസങ്ങൾക്കനുസരിച്ചുള്ള വളർച്ചയിൽ അത് പല പല സൗണ്ടുകൾ, ശബ്ദങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ തൊണ്ടയെയും നാവിനെയും ഒക്കെ സംസാരശേഷിയിലേക്ക് എത്താൻ വേണ്ടി വഴക്കമാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് അവര് നമുക്ക് ഭാഷയിൽ തന്നെ നമ്മൾ വവ്വൽസും കൺസണൻസും ആയിട്ടൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ഭാഷ ആക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത് വവ്വൽ സൗണ്ടുകൾ തന്നെയാണ്. അത് തന്നെയാണ് എല്ലായിടവും ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വവ്വൽസ്, പിന്നീട് കൺസണന്റ്, അങ്ങനെ ഓരോ സൗണ്ടുകളും അത് റിപ്പീറ്റഡ്ലി ആയിട്ട് കൺസണൻസിന്റെ കൂടെ വവ്വൽസ് ചേർത്ത് മാ, മാ, പാ, പാ എന്നൊക്കെ ചേർത്ത് അവർ ഉച്ചരിച്ച് തുടങ്ങുന്നുണ്ട്. പിന്നീട് അവര് അത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡായി തിരിച്ചറിയാൻ അവർക്ക് കഴിയും. കാരണം മാ എന്ന് പറയുന്നത് അമ്മയാണെന്നും പാ എന്ന് പറയുന്നത് പപ്പ ആണെന്നും ഒക്കെ അവർക്ക് മനസ്സിലാക്കി വരുന്ന രീതിയിൽ അവർക്കത് ആ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് അവർക്ക് ഓരോ സെന്റൻസുകൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ബോൾ കയ്യിലിരുന്നാൽ അത് കണ്ട് അത് വേണമെന്ന് പറയാനും അത് കയ്യിലെടുപ്പിക്കാനും താഴെ പോയെങ്കിൽ അത് എടുത്തു തരാൻ പറയാനും ഒക്കെ അവർ ആംഗ്യങ്ങളിലൂടെയും സൗണ്ടുകളിലൂടെയും, ചിലപ്പോൾ ചില കുട്ടികൾ നേരത്തെ സംസാരിച്ച് തുടങ്ങുന്നവരുണ്ട്, ചിലർ വളരെ പതുക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ അവർക്ക് എനിക്കത് ബോൾ കാണാം, ആ ബോൾ എനിക്ക് വേണം, എൻ്റെ ബോൾ താഴെ പോയി എന്നുള്ള രീതിയിലുള്ള ആ ഭാഗത്തേക്ക് എത്തുന്നു. പിന്നീട് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളായി അവരത് കൂടുതൽ നീളത്തിൽ ഉച്ചരിക്കാനും ഒക്കെ തുടങ്ങി വരുന്നുണ്ട്. Learning any language indicates acquiring 4 skills, namely listening, speaking, reading and writing. ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ 4 ഡിവിഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ലാംഗ്വേജ് പഠിച്ചാലും അതിനെ നമ്മൾ വിപുലീകരിച്ച് അതിൽ തന്നെ കോഴ്സ് ഉയർന്ന പഠനം നടത്തിയാലും അതിൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് എന്നീ പറയുന്ന ആ ഘട്ടങ്ങളിലൂടെ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. എന്നാലേ ഒരു ലാംഗ്വേജ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. A 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has spoken vocabulary of almost 12,000 to 40,000 words. ഒരു വേർഡിന് തന്നെ നമുക്ക് പല പല മീനിങ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ വൊക്കാബുലറി, അത് ഈസിയായിട്ടും ടഫായിട്ടുമുള്ള പല പല വൊക്കാബുലറീസ് ഉണ്ട്. അത് നമ്മൾ അറിയാതെ പോലും നമ്മളുടെ ഒരു പ്രായം വരെ, ഏകദേശം ഒരു 6 വയസ്സാകുന്നിടം വരെയും നമ്മൾ ഒരു വാക്കിന്റെ പലതരം അർത്ഥങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു 900 വേർഡ്സ് നമ്മൾ അറിയാതെ പോലും ആ ഒരു വാക്കിന്റെ വൊക്കാബുലറി നമ്മൾ യൂസ് ചെയ്യിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം 6 years ഓൾഡൊക്കെ കഴിയുമ്പോഴേക്കും 3 years ഓൾഡിലാണ് ഈ പറഞ്ഞ നമ്മൾ അറിയാതെ പോലുള്ള അത് ഉപയോഗിക്കുന്ന. 6 years ഓൾഡ് കഴിയുമ്പോഴേക്കും 12 to 40,000 അത്രയും വൊക്കാബുലറീസ് നമ്മൾ ഒരു കുട്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എല്ലാ കാര്യങ്ങളും ലൈക്ക് ഇത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉസൈല. ഉസൈല പോയോ? ഇല്ല മിസ്, ഇവിടെ ഉണ്ട്. പറഞ്ഞോളൂ കേട്ടോ.
ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മള് ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത്. മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും ഒക്കെ, മൃഗങ്ങളോട്. പിന്നെ അത് വ്യത്യസ്ത രീതിയിലാണ് ഇത് പ്രകടിപ്പിക്കുന്ന ഭാഷകള്. ക്രൈയിങ്ങിലൂടെ പ്രകടിപ്പിക്കുന്നത്. പിന്നെ കുട്ടികള് ഫസ്റ്റ് തന്നെ വവൽസ് ആണ് ഉച്ചരിക്കുക. ഭാഷകള് പറയാൻ തുടങ്ങിയാൽ ഫസ്റ്റ് വവൽസ് ആണ് ഉച്ചരിക്കുക. പിന്നെ അത് വാക്കുകളായി ചെറിയ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ബോള് അങ്ങനെ. പിന്നെ അത് നെക്സ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഐ വാണ്ട് എ ബോള് അങ്ങനെയൊക്കെ ഡെവലപ്പ് ആയി വരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിംഗ്വിഷ് ഹ്യൂമൻ ബീയിങ് ഫ്രം അതർ അനിമൽസ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഒരു ഭാഷ എന്ന് പറയുന്നത് എന്താണ്? അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതായത് വാക്കുകൾ ഉപയോഗിച്ച്, വേർഡ്സ് ഉപയോഗിച്ചിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മള് ഭാഷ എന്ന് പറയുന്ന ഒരു മീഡിയം ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ, ഇനി മനുഷ്യനുള്ള കഴിവാണ്, അതായത് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പക്ഷി മൃഗാദികളിൽ നിന്നൊക്കെ മനുഷ്യനെ വേർതിരിക്കുന്നത് എന്താണ്? ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ്. ഓക്കെ, അതായത് മറ്റാരിൽ നിന്നും അവനെ നമ്മൾക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് അവന് ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന രീതിയിലാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് കോമൺ, അതായത് നമ്മൾ ചെറിയ ക്ലാസ് തുടങ്ങിയ പഠിച്ചു പോരുന്നതാണ്, മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ എന്താണ് ബുദ്ധിശക്തി അല്ലെങ്കിൽ ആശയം പ്രകടിപ്പിക്കാനുള്ള അവന്റെ കഴിവ് തന്നെയാണ്, ആ ഒരു എബിലിറ്റിയാണ്. മറ്റു മൃഗങ്ങൾക്കൊന്നും എന്തില്ല, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഇതില്ല. ഓക്കെ, അതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഇനി ഈ നമ്മള് പല സ്റ്റേജുകളും കുഞ്ഞുങ്ങളുടെ നമ്മളിപ്പോ കടന്നുപോയി. ആ സ്റ്റേജുകളിൽ ഞാൻ നിങ്ങളെ ആദ്യമേ നോക്കിപ്പിച്ചത് ഈ കാര്യങ്ങള് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നുണ്ട് ക്രൈയിങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലെ, അതായത് 0 to 5 months വരെയുള്ള കാലഘട്ടത്തിലാണ് കുഞ്ഞ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കരയുന്നത് അല്ലെ. അപ്പോ കുഞ്ഞിന്റെ ആദ്യത്തെ തന്നെയുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഭാഷാ പ്രാവീണ്യം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് ക്രൈയിങ് ആണ്. കരച്ചിലൂടെയാണ് കുഞ്ഞ് നമ്മളോട് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. ഓക്കെ, ആദ്യം ക്രൈയിങ് ആണ് വരിക. നെക്സ്റ്റ് കൂയിങ് എന്നാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്, കൂളിംഗ് എന്നാണ്. ഓക്കെ, കൂളിംഗ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കൽ എന്നാണ്. കൂയിങ് ആണ് അവിടെ വരിക, COOING. എല്ലിന്റെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അവിടെ. കൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ശബ്ദം ഉണ്ടാക്കും. ഓക്കെ, അതായത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മള് ഉണ്ടാക്കും. അത് എന്ത് ശബ്ദം തന്നെ ആകട്ടെ, കുഞ്ഞുങ്ങള് അവരുടെ തൊണ്ടയിൽ നിന്ന് എന്തുണ്ടാക്കുന്നത്, അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഓരോ സൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് പുറത്തേക്ക് വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, babbling, the child contains a vowel and consonant sound and repeats continuously ba ba ba. ഓക്കെ, അതായത് നമ്മൾ നഴ്സറി പിള്ളേർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതായത് നമ്മൾ ഒരു അക്ഷരം അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു അക്ഷരം നമ്മൾ പറയുന്നത് വവൽസും അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ടും ചേർത്തിട്ടാണ് നമ്മള് അതായത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോ ഇവിടെ പറയുന്നത് ബാ 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 എന്ന് പറയുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട്. അതിനകത്ത് ബാ എന്ന് പറയുന്നത് ബി അല്ലെ, ബി എന്ന് പറയുന്നത് എന്താ, കൺസണന്റ് സൗണ്ട് ആണ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് കൺസണന്റ് സൗണ്ടിലാണ് ബി വരുന്നത്. എ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണ് വരുന്നത്. അങ്ങനെ രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് കുട്ടി എന്ത് പറയുന്നേ, ബാ 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 എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് ലെറ്ററും, അതായത് വവൽ സൗണ്ടും കൺസണന്റ് സൗണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മള് ഈ ഒരു ലെറ്റർ, അതായത് ബാ 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 എന്ന് പറയുന്ന സൗണ്ട്
വേണ്ടി ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ കുട്ടി നഴ്സറി അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ? അതായത് എനിക്കറിയില്ല, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ച് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ക പ്ലസ് ആ ചേരുമ്പോഴാണ് കാ ആകുന്നത്. അതുപോലെ തന്നെ ബ പ്ലസ് ആ ചേരുമ്പോഴാണ് ബാ ആകുന്നത്. ക പ്ലസ് കാ ചേരുമ്പോഴാണ് കാ ആകുന്നത്. അങ്ങനെ എന്താണ്, ഓരോരോ കാര്യങ്ങളുണ്ട്. അതായത് ഓരോരോ ലെറ്ററുകളും എന്താണ് ജോയിൻ ചെയ്ത്, അതായത് വൊവൽ സൗണ്ടിന്റെ കൂടെ ഓരോരോ കൺസണന്റ് സൗണ്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് അവിടെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന സംഭവം വരുന്നത്. അറിയാമോ? പിടികിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലെ? ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു 3-4 പറഞ്ഞാരെങ്കിലും, ഞാനിപ്പോ പറഞ്ഞ പോലെ. അറിയണമല്ലോ, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് പിള്ളേർക്ക് ഇനി ചെല്ലുമ്പോ. എന്നാ പറഞ്ഞേ, ഓർത്തൊന്ന് പറഞ്ഞു നോക്കിയ അലീന, ഒന്ന് പറഞ്ഞു നോക്കിയ മോളെ അലീന. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മുടെ വവൽസ് AEIOU, ബാക്കിയെല്ലാം കൺസണൻസ്. അപ്പൊ ഏതൊരു വേർഡ് വരണമെങ്കിലും നമുക്ക് അതിന്റെ കൂടെ കൺസണൻസിന്റെ കൂടെ വവൽസ് വന്നാലേ അവിടെ ഒരു വേർഡ് ഉണ്ടാവുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ R+A എന്ന് വരുവാണെങ്കിൽ റാ എന്ന് വായിക്കും. അതേപോലെ മലയാളത്തിലാണെങ്കിലും ആ ഇ എന്ന് പറയുന്ന സ്വരാക്ഷരങ്ങൾ ആദ്യമേ അത് നമ്മൾ ഉച്ചരിച്ച് തുടങ്ങിയിട്ടാണ് പിന്നീടുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ നമ്മൾ ആ സ്വരങ്ങൾ ചേർക്കുമ്പോഴാണ് അവിടെ ഒരു വാക്കുണ്ടാവുന്നത്. അതിപ്പോ ച് എന്ന് എടുക്കുവാണെങ്കിൽ അതിന്റെ കൂടെ ആ ചേരുമ്പോഴാണ് അവിടെ ച എന്ന് വരുന്നത്. ചിന്റെ കൂടെ ഈ ഇടുമ്പോഴാ ചി. അങ്ങനെ ഈ സ്വരാക്ഷരങ്ങളിൽ തന്നെ ഓരോ സ്വരത്തിനും ഓരോ ചിഹ്നങ്ങളുണ്ട്. നമ്മൾ സ്വരം ഡയറക്റ്റ് എഴുതാതെ ആ ചിഹ്നങ്ങൾ ഇട്ടുകൊണ്ടാണ് എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളെയും ഓരോ വാക്കുകളായി എഴുതുന്നത്. അല്ലേ? ഓക്കെ ഓക്കെ. ഉസൈൽ, എന്തെങ്കിലും എക്സാമ്പിൾ വേറെ ഉണ്ടോ പറയാൻ, അലീന പറഞ്ഞതല്ലാതെ? വേർഡ്സാ? വേർഡ്സ് ഒരു അക്ഷരം ഒന്ന് ഉണ്ടാക്കിയേ, ഏതെങ്കിലും ഒരു വ്യഞ്ജനം ചേർത്ത്. പ്ലസ് ഓ മൂ. രാഖി. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. രമ്യ, ഏതെങ്കിലും ഒരു വേർഡ്, ഒരു ലെറ്റർ ഉണ്ടാക്കിയ, അക്ഷരം ഉണ്ടാക്കിയ, മലയാള അക്ഷരം. പറഞ്ഞത് കേട്ടില്ലേ? പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പ്ലസ് മാ അമ്മ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഒരു അക്ഷരം ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്, വേർഡ് അല്ലേ ഉണ്ടാക്കേണ്ടത്, അക്ഷരം. എങ്ങനെയാ നമ്മൾ അക്ഷരം ഉണ്ടാക്കുന്നത്? ചെറിയ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ലേ രമ്യ? എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ക എന്ന് പറയുന്ന ആ ഒരു അക്ഷരം അതെങ്ങനെയാ ഉണ്ടാകുന്നത്? എന്തൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ക എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടായത്, അക്ഷരം? അലീന ഒന്ന് പറഞ്ഞേ, ക എങ്ങനെയുണ്ടായേ? ക പ്ലസ് ആ. ക പ്ലസ് ആയാണ് കേട്ടോ. ക ആണ് കേട്ടോ, കായല്ല ക. അതായത് അതൊരു വർണ്ണമാണ് കേട്ടോ. ഓക്കെ, ഏറ്റവും ബേസ് ആണ്, ഭാഷയുടെ ഏറ്റവും ബേസ് ആണ് എന്ത്, ഈ ഒരു ക അല്ലെങ്കിൽ ച് അല്ലെങ്കിൽ മ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ചന്ദ്രക്കല ഇടുമല്ലോ, അങ്ങനെയുള്ള അക്ഷരങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇപ്പൊ ക മ അങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രക്കല വരുന്നതാണ്. ആ ചന്ദ്രക്കല വരുന്ന ഒരു അക്ഷരവും അതിന്റെ കൂടെ ഒരു സ്വരാക്ഷരവും ചേർന്നിട്ടാണ് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക പ്ലസ് ആ ചേർന്നിട്ടാണ് ക ഉണ്ടാവുന്നത്. മ പ്ലസ് ആ ചേർന്നിട്ടാണ് മ ഉണ്ടാവുന്നത്. ച പ്ലസ് ആ ചേർന്നിട്ടാണ് ച ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ക പ്ലസ് ഈ ചേർന്നിട്ടാണ് നമുക്ക് കി എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ച പ്ലസ് ഊ ചേർന്നിട്ടാണ് നമുക്ക് ചു എന്ന് പറയുന്ന ആ ഒരു കാര്യം നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? Yes, Miss. Clear ആണ്.
തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് വവൽ സൗണ്ടും കൺസണന്റ് സൗണ്ട് ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ജോയിൻ ചെയ്ത ആ ഒരു ലെറ്റർ നമുക്ക് ബാ 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 എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ നമുക്ക് വായിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് കഴിയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് first meaningful word generally related to the primary caretaker മാപ്പ. അതായത് കുട്ടികള് എന്തായാലും വിളിക്കുന്ന രണ്ട് പേരുകളാണത് മാപ്പ. ഒന്നില്ലെങ്കിൽ അമ്മ എന്നും അല്ലെങ്കിൽ അച്ഛ എന്നും അല്ലെങ്കിൽ മമ്മ അപ്പ. അതായത് ഓരോരുത്തരെന്താണ് ശീലിച്ചു വരുന്നത്, അല്ലെങ്കിൽ മമ്മി ഡാഡി, ഓരോരുത്തർ പറഞ്ഞു വരുന്ന ശീലം അനുസരിച്ച് അവരെങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതനുസരിച്ചിട്ടാണ് കുട്ടികൾ അവരെ വിളിക്കുന്നത് അല്ലെ. അപ്പോ അതായത് മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡുകൾ എന്ന് പറയുന്നത് മാപ്പ എന്നുള്ള ലെറ്ററുകളാണ്. അപ്പൊ ഈ ലെറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമേ തന്നെ ഈ ഒരു വേർഡുകൾ പറയുന്നുണ്ട്. ഏതൊക്കെ വേർഡുകളാ, മാ എന്നും പാ എന്നും. ഓക്കെ, ഇനി അടുത്തത് സിംഗിൾ വേർഡ് സെന്റൻസസ്. ബോൾ ക്യാൻ മീൻ ഐ സി എ ബോൾ, ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. അപ്പൊ എന്താ ഇവിടെ പറയുന്നേ, അതായത് സിംഗിൾ വേർഡ് സെന്റൻസുകളായ എന്തൊക്കെയാ, ബോൾ എന്ന് കുട്ടി പറയും. അതുപോലെ തന്നെ എന്താണ്, അതായത് ഞാനൊരു ബോൾ കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഐ വാണ്ട് ദ ബോൾ, മൈ ബോൾ ഫെൽ ഡൗൺ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് കുട്ടി മനസ്സിലാക്കാനും അത് പറയാനൊക്കെ ആയിട്ട് എന്താണ് കുട്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റേജ് ഓഫ് ടെലിഗ്രാഫിക് സ്പീച്ച്, വാൺ ബോൾ സി ബോൾ. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ടെലിഗ്രാഫിക് സ്പീച്ച്. ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കുട്ടികൾ പറയുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്, ടെലിഗ്രാഫിക് പറയുന്നത്. അതായത് എനിക്ക് ബോള് വേണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ബോള് കണ്ടു എന്നുള്ള അർത്ഥത്തിൽ എന്താണ് കുട്ടികൾ എന്ത് ചെയ്യും, ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള കൗതുകം തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ കുട്ടി എന്താണ് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അതാണ് എന്താ പറയാ ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സിമ്പിൾ സെന്റൻസുകൾ കുട്ടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഐ വാണ്ട് എ ബോൾ, എനിക്ക് ബോള് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടി പറയാനായിട്ട് തുടങ്ങും. ഇനി നെക്സ്റ്റ് ലേണിംഗ് എനി ലാംഗ്വേജസ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് 4 skills, namely listening, speaking, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതായത് നമ്മുടെ ലാംഗ്വേജ്, അതായത് നമ്മുടെ ലാംഗ്വേജ് ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് 4 സ്കില്ലാണുള്ളത് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് 4 തരത്തിലുള്ള സ്കില്ലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ്, ഒന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് 4 തരത്തിലുള്ള സ്കിൽസ് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കും. എന്തൊക്കെ സ്കിൽസ് അത്, ഒന്ന് ലിസ്ണിംഗ്. അതായത് നമ്മളിപ്പോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് പഠിക്കുന്നതെങ്കിൽ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കും അല്ലെ, ലിസ്ണിംഗ്. ഓക്കെ, ഇനി അത് സ്പീക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചു വരുവാണെങ്കിൽ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലിസണിങ്ങും സ്പീക്കിങ്ങും കൂടാതെ അത് റീഡ് ചെയ്യാനും കൂടാതെ അത് റൈറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോ ഏത് ലാംഗ്വേജ് ആവട്ടെ, അതിപ്പോ ഇംഗ്ലീഷോ അറബിയോ ചൈനീസോ അങ്ങനെ എന്താണ് പലതരം ഭാഷകൾ ഉണ്ടല്ലോ, ഏത് ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും അതിനെ തുടർന്ന് നമുക്ക് 4 സ്കിൽസ് ആണ് സ്വായത്തമാക്കാൻ കഴിയുക. ഒന്ന് ലിസണിങ്, 2 സ്പീക്കിംഗ്, 3 റീഡിംഗ് ആൻഡ് 4 ഈസ് റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും എന്താ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് a 3-year-old has a vocabulary of about 900 words, but by the time he is 6 years old, the child has a spoken vocabulary of almost 12,000 to 14,000 words. അതായത് നമുക്കിപ്പോ ഒരു 3 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി കൈകാര്യം ചെയ്യുന്ന ഒരു വെക്കാബുലറി എന്ന് പറയുന്നത് 9,000 വേർഡ്സ് ആണ് കേട്ടോ. അതായത് 900 വേർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആ കുട്ടി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാല് നമുക്ക് ഒരു 6 വയസ്സായ കുട്ടിയുടെ വൊക്കാബുലറി എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 12,000 തുടങ്ങിയിട്ട് 14,000 വരെ എന്തുണ്ടാകും ആ കുട്ടിക്ക് വേർഡ്സ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയ മിസ്സേ. ക്ലിയർ ആയല്ലേ? ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് വായിക്കേട്ടോ. അത് ഇവിടെ തുടങ്ങി വായിക്കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാം. മിസ്സേ ഇത് എഴുതിയെടുക്കണ്ടേ? നിങ്ങൾക്ക് കിട്ടില്ലേ ക്ലാസ് റൂമിൽ എന്റെ PDF കിട്ടില്ലേ? നോക്കിയില്ല, എന്താ? ക്ലാസ് റൂം നോക്കിയില്ല തന്നെ. ആ, ഉണ്ടാവും കേട്ടോ, അതിനകത്ത് ഉണ്ടാകും. ഇത് അങ്ങനെ തന്നെ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നില്ലേ? ഞാനിപ്പോ ചോദിക്കാറില്ല, അതുകൊണ്ടാ ചോദിക്കുന്നത്. എഴുതാറില്ലേ? ഉണ്ട് മിസ്. ഉണ്ടല്ലേ? ആ, നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട്സ് ആക്കാനുള്ളതാണ് കേട്ടോ. അതാണ് ലെക്ചർ നോട്ട് ചെയ്ത് പോണം നിങ്ങള്. മിസ് കുറച്ച് മേലോട്ടാക്കോ? ആ, ഓക്കെ, മേലോട്ടാക്കാം. കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ, കഴിഞ്ഞു. ഫാത്തിമ സജ്ജന, ഫാത്തിമ, മിസ്
ഫാത്തിമ എന്തൊക്കെ കാര്യങ്ങളാണ് വായിച്ചപ്പോ മനസ്സിലായത് ഫാത്തിമയ്ക്ക്? അതായത് ഇപ്പം ഒരു കുഞ്ഞിന്റെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അങ്ങനെ 4 ഘട്ടങ്ങളാണ് വരിക. അതായത് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പിന്നെ സ്പീക്കിംഗ് പറയുമ്പോൾ അവർ സംസാരിച്ച് തുടങ്ങുന്നത്, പിന്നെ റീഡിങ്ങും റൈറ്റിങ്ങും. പിന്നെ ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാനും പിന്നെ അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ലിസൺ ചെയ്യാനും പിന്നെ അവർ റിയാക്ട് ചെയ്യാനും പിന്നെ റൈംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഗെയിംസ്, മെഡിറ്റേഷൻ അതിനോടൊക്കെ കുറച്ച് താല്പര്യം വരുന്നൊരു ടൈമാണ്. പിന്നെ സ്റ്റോറീസ് ഒക്കെ ലിസൺ ചെയ്യാന്, വരയ്ക്കാന് അങ്ങനൊക്കെ താല്പര്യം ഉണ്ടാവുന്ന ഒരു ടൈമാണ്. പിന്നെ കഴിഞ്ഞോ? അത്രയ്ക്ക് മനസ്സിലായി മിസ്. അത്രയ്ക്ക് മനസ്സിലായോ അല്ലേ? ഓക്കെ. ഇനി ആരാ? രമ്യ. രമ്യക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. മാം ഞാൻ ഇപ്പൊ മോൻ കരയുന്നുണ്ട്. എസ്റ്ററിന് മനസ്സിലായതെന്ന് പറഞ്ഞേ, എന്നിട്ട് ഞാൻ പറയാം. എസ്റ്ററും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഞാൻ പറയുന്നില്ല മിസ്, പറഞ്ഞു വന്നിട്ട് ഞാൻ പറയാം. എന്താ പറയാൻ പറ്റാത്തെ? എന്തു പറ്റി? രാഖി പറഞ്ഞോ, എന്തു പറ്റി? എന്താ പറയാൻ പറ്റാത്തെ? ഒന്നുമില്ല, മിസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ? ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പറയണം എന്നല്ലേ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നല്ലേ പറഞ്ഞേ. ഫാത്തിമ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ വിട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. സിസ്റ്ററിന് മനസ്സിലായത് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഞാൻ പറഞ്ഞാലോ പൊട്ടത്തരം എന്തോ ആയിക്കോട്ടെ, യാതൊരു കുഴപ്പവും ഇല്ല. ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഇല്ല മിസ്. എന്നാ പറഞ്ഞു, തെറ്റിക്കോട്ടെ കേട്ടോ, യാതൊരു പ്രോബ്ലവും ഇല്ല. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലെ 4 കഴിവുകളെ കുറിച്ചല്ലേ പറയുന്നത്. അതിലെ ഫസ്റ്റ് ലിസണിങ്, കേൾക്കുക, പിന്നെ സംസാരിക്കുക, പിന്നെ വായിക്കുക, പിന്നെ എഴുതുക എന്നുള്ള 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതില് ഈ സ്റ്റേജില് 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇംപ്രൂവ് ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗെയിംസും ആക്ടിവിറ്റീസുമാണ്. ശരിയാണ്, ഗെയിംസും ആക്ടിവിറ്റീസ്. ഓക്കെ, പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അവര് കഥകൾ കേൾക്കുക, പിന്നെ അത് റീസൈറ്റ് ചെയ്യുക, പിന്നെന്താ റൈംസ്, പിന്നെ റെക്കോർഡ് മ്യൂസിക് കേൾക്കുക, പിന്നെ മെഡിറ്റേഷൻ, ഗെയിംസ്, പിന്നെ ചൈനീസ് വിസ്പർ എന്ന് പറയുന്ന ചൈനീസ് വിസ്പർ, സൈമൺ സേസ് എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള 2 ഗെയിംസ് ആണ്. കുട്ടികളോട് നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ആ ഗെയിം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാല് ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നമ്മൾ നിർത്തും. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് മോണ്ടിസോറിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത് ചെയ്യിപ്പിക്കുന്നതാണ്, ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും മറ്റും ചെയ്യിപ്പിക്കുന്നതാണ്. കുട്ടികളുണ്ടാവും, കുട്ടികളെ ഇങ്ങനെ വട്ടം നിർത്തും. അതായത് ഒരു റൗണ്ട് ആയിട്ട് നിർത്തിയിട്ട് ഒന്നില്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്ന വേറൊരു കുട്ടി, ഓക്കെ, നേതൃത്വം കൊടുക്കുന്ന വേറൊരു കുട്ടി. ഞാനിപ്പോ ടീച്ചറിന്റെ കേസ് പറയാം. കുട്ടികൾ ഇങ്ങനെ നിർത്തിയാക്കിയ ഒരു 10 കുട്ടികളുണ്ട് ധ്യാനിക്കുക. അവരെ റൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഞാനാണ് ടീച്ചർ. ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തെ കുട്ടിയുടെ കാതില് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറയും. ഓക്കെ, ഇതെന്ത് ചെയ്യും? അതായത് സ്വകാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്, രഹസ്യം പറയാം. അതാണ് വിസ്പർ എന്ന് പറയുന്നത് കേട്ടോ. രഹസ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. കുട്ടിയുടെ ചെവിയിൽ നമ്മൾ രഹസ്യമായിട്ട് മറ്റാരും കേൾക്കാതെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ്, ഏതെങ്കിലും ഒന്നാകാം, അത് പറയും. ഈ കുട്ടി അതെന്ത് ചെയ്യും? മറ്റൊരാളുടെ കാതിൽ എന്ത് ചെയ്യും? അത് പാസ് ചെയ്യും. അങ്ങനെ ഇതെന്ത് ചെയ്യും? ഓരോരുത്തരുടെ ചെവിയിൽ എന്ത് ചെയ്യും? പാസ് ചെയ്ത് എവിടെ വരും? ലാസ്റ്റത്തെ കുട്ടിയിൽ വരും.
ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ കുട്ടി എന്നോട് ചോദിക്കും ഏതാ വേർഡ് പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ കുട്ടി പറയാണ് ഇന്ന വേർഡാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോ കറക്റ്റ് ആ ടീച്ചർ ഏത് വേർഡാണോ പറഞ്ഞത് അത് ഈ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഈ കുട്ടി വിൻ ആവുകയാണ് ചെയ്യണത് കേട്ടോ. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. കാരണം ഒരാൾ കേൾക്കുന്നത് ചിലപ്പോ പകുതി ആയിരിക്കും മറ്റൊരാൾ കേൾക്കുന്നത്. അപ്പൊ ഈ വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് എന്ന് പറയുന്നത് മുറിഞ്ഞു മുറിഞ്ഞ് എന്ത് വരും, ലാസ്റ്റ് പറയുമ്പോ എന്താണ് ആ വേർഡ് മൊത്തമേ മാറിപ്പോകും. അങ്ങനെയാണ് ഈ ഒരു കളി എന്ന് പറയുന്നത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായി. മനസ്സിലായി. അതാണ് ചൈനീസ് വിസ്പർ കേട്ടോ. അതെന്ന് ചില കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ള ഗെയിംസ് ആണ് അതൊക്കെ. ശ്രദ്ധ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ആ ഒരു വേർഡ് എന്താണ്, അതുപോലെ തന്നെ അത് എത്രത്തോളം കുട്ടികൾ അത് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റത്തെ കുട്ടിയോട് എന്ത് ചോദിക്കുന്നത്, ഏത് വേർഡാണ് ചോദിക്കുന്നത്. പക്ഷെ എന്താണ് പലരും പറയില്ല. അതായത് പലർക്കും എന്താണ് ചിലപ്പോൾ അത് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറഞ്ഞാല് സൈമൺ സേസ് ആണ്. സൈമൺ സേസ് എന്ന് പറയുമ്പോ അതായത് ഇപ്പൊ ഇതുപോലെ തന്നെ 4-5 കുട്ടികളൊക്കെ നിർത്തിയിട്ട് സൈമൺ സേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വേർഡുകൾ, അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കാനായിട്ട് പറയും. സൈമൺ സേസ് ജമ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യണം, ജമ്പ് ചെയ്യണം. ഓക്കെ, ഇനി ആ കുട്ടി എന്താണ് മറ്റൊരു കുട്ടിയോട് പറയാണ് സൈമൺ സേസ് എന്താ പറയാ ടോക്ക് എന്ന് പറയും. അതായത് അതായത് ഈ ഒരു നമ്മൾ എന്തൊരു പ്രവൃത്തിയാണോ ചെയ്യാൻ പറയുന്നത് അത് സൈമൺ സേസ് കൂട്ടി എന്ത് ചെയ്യണം, നമ്മള് ചെയ്യണം. അത് ആ ഒരു ഗെയിമാണിത് സൈമൺ സേസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ഗെയിമുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നിങ്ങളൊന്ന് യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഈ ഗെയിം കാണാം കേട്ടോ. നമുക്ക് ഇതിവിടെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. കാരണം എന്താ പറയാ, ഇത് ഓൺലൈൻ ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നേ. അപ്പോ എന്തൊക്കെ വേർഡുകളാണ് ആരൊക്കെയാണ് ആദ്യം പറഞ്ഞതെന്ന് നമുക്ക് പറ്റില്ല, എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൂടാതെ വേറെ ചില ഗെയിംസ് ഉണ്ട് ഇതിനകത്ത്. കുട്ടിയുടെ അതായത് വളരെ ചെറുപ്പത്തിലെ തുടങ്ങി തന്നെ ഇതിനകത്ത് പറയുന്നത് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ചില സ്കിൽസുകൾ ഉണ്ട്. അതിനകത്തൊന്നാണ് ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ഗെയിംസും കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടിയുടെ ആക്ടിവിറ്റീസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അതിനകത്ത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കുട്ടികളെ സ്റ്റോറികൾ കേൾപ്പിക്കാം. ഇപ്പോ നിങ്ങളിപ്പോ കൊച്ചു ടിവിയോ അല്ലെങ്കിൽ വല്ല കാർട്ടൂൺ ചാനലോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കുട്ടി ഇപ്പൊ ഇംഗ്ലീഷ് ചാനലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഡെയിലി നിങ്ങൾ കുട്ടിയെ അത് കേൾപ്പിക്കുവാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, കുട്ടിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇംപ്രൂവ് ആകും. ഓക്കെ, അതുപോലെ തന്നെ റൈംസും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ എന്താണ് കുട്ടി ചിലപ്പോ ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുകയും അല്ലെങ്കിൽ ആ മ്യൂസിക് അതായത് പാടാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ചൈനീസ് വിസ്പറും സൈമൺ സേസും. അതുപോലെ ഡ്രോയിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്താൽ കൂടുതൽ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ കോൺസെൻട്രേഷൻ കൂടാനുള്ള പല പല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുക്കാം? നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങള്, കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടാനുള്ള കാര്യങ്ങള് എന്താ ഉള്ളേ? നമ്മളിപ്പോ നെയിം എന്താണ് വെജിറ്റബിൾസിന്റെ ഫ്രൂട്ട്സിന്റെ ഒക്കെ നെയിം പറയുകയാണെങ്കിൽ അത് ആ നെയിം അവരെ ഓർത്തിട്ട് ഒരാൾ പറഞ്ഞ നെയിം തന്നെ ഇപ്പൊ ഒരാളിപ്പോ ടൊമാറ്റോ പറയുകയാണെങ്കിൽ മറ്റാളിപ്പോ എന്താണ് ഒനിയൻ പറയാ. അപ്പൊ ഈ വേറൊരാൾ ഈ ഒനിയൻ ടൊമാറ്റോ രണ്ടും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓർമ്മ വരുമല്ലോ. അതെ, ഇപ്പൊ രമ്യ ടൊമാറ്റോ ആണ് പറയുന്നതെങ്കിൽ രാഖി ടൊമാറ്റോ പൊട്ടറ്റോ പറയും, ഫാത്തിമ ടൊമാറ്റോ പൊട്ടറ്റോ ക്യാബേജ് പറയും. അങ്ങനെയുള്ളതല്ലേ രമ്യ ഉദ്ദേശിക്കുന്നേ? അതെ അതെ അതെ, അത് നല്ലൊരു മാർഗമാണ് എന്ത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ രമ്യ പിന്നെ അതുപോലെ പറഞ്ഞു ഫാത്തിമ പറ. നമ്മള് മെമ്മറി ടെസ്റ്റ് പോലെ ചെയ്തുകൂടെ? നമ്മള് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അത് എടുത്തും പോലെ മാറ്റിയിട്ട് എന്തൊക്കെ കണ്ടു എന്ന് ചോദിക്കാം. ശരിയാണ്, മെമ്മറി ടെസ്റ്റ് പോലെ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്കിതൊന്ന് കളിച്ചു വെക്കാലോ ഇപ്പൊ രമ്യ?
കളിക്കാം മാം. ഏതാ ഫ്രൂട്ട്സ് മതി, ഫ്രൂട്ട്സ്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടെ എന്നാല്. രമ്യ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ പറയാം പറയണ്ടേ. മാംഗോ. എന്താ മാംഗോ? മാംഗോ. എസ്റ്റർ. എസ്റ്റർ മിസ് കേട്ടോ? ഗെയിം കേട്ടോ? എന്താന്ന് മനസ്സിലായോ? ഇല്ല മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് ഗെയിം പോലെയാണ് പറയുന്നത്. അതായത് ഒരു ഫ്രൂട്ടിന്റെ പേര് ഇപ്പൊ രമ്യ പറഞ്ഞു മാംഗോ. ഇനി എസ്റ്റർ പറയുമ്പോൾ ആ മാംഗോ എന്ന് പറയുന്ന ആ ഫ്രൂട്ടും കൂടി പറഞ്ഞിട്ട് വേറൊരു ഫ്രൂട്ടും കൂടി ഉൾപ്പെടുത്തി പറയാം. ഓക്കെ മനസ്സിലായി. പറഞ്ഞോ. മാംഗോ, പൈനാപ്പിൾ. ഓക്കെ. ഉസൈല. ബനാന. അത് അങ്ങനെ പറയരുത്, ആദ്യം ഒരു പറഞ്ഞ അതും കൂടി പറയണം. സോറി. മാംഗോ, പൈനാപ്പിൾ, ബനാന. ഓക്കെ. ഫാത്തിമ. മാംഗോ, പൈനാപ്പിൾ, ബനാന, ഗ്രേപ്സ്. എന്താണ്? ഗ്രേപ്സ്. ഗ്രേപ്സ്. ഓക്കെ. രാഖി. മാംഗോ, പൈനാപ്പിൾ, ബനാന, ഗ്രേപ്പ്, ഓറഞ്ച്. ഓക്കെ. ഇത്രയും പേരേ ഉള്ളൂ. കുറച്ചും കൂടി പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പൊ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയണോ? ഞാൻ എന്തിനാ പറയുന്നത്? ഞാൻ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളാ കേട്ടോ. ഞാൻ പറയണോ? ഞാൻ മറന്നു നിങ്ങൾ പറഞ്ഞത്. പറയണം. മാംഗോ, പൈനാപ്പിൾ, ബനാന, ഗ്രേപ്സ്, പിന്നെന്താ പറഞ്ഞത്? ഗോവ എന്നാണോ പറഞ്ഞത്? ഞാൻ മറന്നു കേട്ടോ. ഓറഞ്ച്. അപ്പൊ ഞാൻ തോറ്റു കേട്ടോ. ഞാൻ ഫെയിലായി. എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല. ഓക്കെ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് എന്താണ്, അതായത് ഓർമ്മ കിട്ടിയില്ല, അതായത് ശ്രദ്ധിച്ചില്ല പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫെയിൽ ആയത്. അപ്പൊ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചാൽ എന്താണ്, അവരുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളായാലും എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോ വേറൊരു ഇതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോ അതായത് നമ്മള് ഇപ്പൊ പൊറോട്ട എന്ന് പറഞ്ഞാല് 2 ഹാൻഡ് പൊക്കാനായിട്ട് പറയും. ഓക്കെ. പൊറോട്ട എന്ന് പറയുമ്പോൾ 2 ഹാൻഡ് പൊക്കാൻ പറയും. ചപ്പാത്തി എന്ന് പറയുമ്പോൾ 1 ഹാൻഡ് പൊക്കാനായിട്ട് പറയും. വീണ്ടും ദോശ എന്ന് പറയുമ്പോൾ 2 ഹാൻഡ് പൊക്കാനായിട്ട് പറയും. ഇഡ്ഡലി എന്ന് പറയുമ്പോൾ 1 ഹാൻഡ് പൊക്കാനായിട്ട് പറയും. അങ്ങനെ ഗെയിം കളിച്ചിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടോ? ഉണ്ടല്ലേ. അങ്ങനെയുള്ള ഗെയിംസ്, അതായത് കോൺസെൻട്രേഷൻ ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അതായത് ചിലപ്പോ വിരൽ ഫിംഗറുകളായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാൻഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർക്കാണോ, അതായത് ഇങ്ങനെ എന്റെ ഓർമ്മയില് ആനിമൽസ് വെച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചത്. ആനിമൽസ് വെച്ചിട്ടല്ലേ? ഓക്കെ. അതെങ്ങനെയായിരുന്നു രമ്യ? എങ്ങനെയായിരുന്നു അത് ആനിമൽസിന്റെ? എന്താണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ആനിമൽസിന്റെ പേര് പറയുകയാണെങ്കിൽ, ഇപ്പൊ കേറ്റോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ 2 കേറ്റാണെങ്കിൽ നമ്മൾ 2 കൈ പൊന്തിക്കുക. പിന്നെ എന്താ, ഡോഗ് പറയുകയാണെങ്കിൽ 1 കൈ പൊന്തിക്കുക. അപ്പൊ നമ്മൾ വിളിച്ചു പറയാ 2 കാറ്റ്. അപ്പൊ എങ്ങനെ 2 കൈ പൊന്തിക്കുന്നുണ്ടോ? അപ്പൊ എങ്ങനെ മെമ്മറിയിൽ വരുന്നുണ്ടോ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാ, മെമ്മറി ടെസ്റ്റ് കൂട്ടാനുള്ള വേറെ ഗെയിംസുകള് കണ്ടെത്തിക്കൊണ്ടുവരാം കേട്ടോ. ഓക്കെ ആണോ? എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചു കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് അല്ലെ. അതുപോലെ വേറെയും ടെക്നിക്സ് ഉണ്ട്. ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോണ്ടിസോറി സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴെന്താണ്, നിങ്ങൾക്ക് കൂടുതൽ കുട്ടികൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞാൽ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിംസുകൾ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 7:30 ആയിട്ടാ. ഓക്കെ. താങ്ക് യു. ഓക്കെ മാം. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. താങ്ക് യു.